നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയസും നിങ്ങളുടെ സ്പേസിലേക്ക് വരില്ല. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഓൺലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ഓൺലൈൻ മീഡിയനെ പറ്റി. അല്ലെങ്കിൽ ഇപ്പൊ നീലക്കുയിലിനെ എടുത്തിട്ട് പറയുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഓൺലൈൻ മീഡിയനെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്നലെ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് സാബുമോൻ നമ്മുടെ മീഡിയക്കാരുടെ മൊത്തത്തിൽ വീഡിയോ എടുത്തൊരു സംഭവം. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് മീഡിയക്കാരുടെ വീഡിയോ എടുക്കാറുണ്ട്, വീഡിയോ എടുത്തിട്ട് അവര് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ ഒരു സംഭവത്തിൽ സാബുമോൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും സാബുമോൻ വീഡിയോ എടുത്തത്, സാബുമോന്റെ തിരിച്ച് ഈ പറയുന്ന നീലക്കുയിൽ എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ എടുത്തത് ഉണ്ട്. അതിനകത്ത് പുള്ളി ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങൾ നേരിട്ട് വന്ന് വീഡിയോ എടുക്കുന്നു. സാബുമോൻ പണ്ട് ഒളിക്യാമറ വെച്ച് വീഡിയോ എടുക്കും, വ്യത്യാസം അത്രേ ഉള്ളൂ. സാബുമോൻ ക്ലോസ് ഇട്ടിട്ട് ഒളിക്യാമറ നീല സാബു. കഴിഞ്ഞ കാലം മറക്കരുത് സാബു. പണ്ടത്തെ FFC ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒളിക്യാമറ വെച്ച് ആളുകളുടെ അനുവാദം കൂടാതെ ഷൂട്ട് ചെയ്ത് ചാനലുകൾക്ക് വിറ്റിരുന്ന കരികിട സാബു ഇങ്ങനെ തന്നെ പറയണം. പെട്ടെന്ന് സെലിബ്രിറ്റിയായി മാറിയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നു. അന്നത്തെ നീലക്കുയിൽ സാബുമോൻ ആയിരുന്നു. കരികിട കുയിൽ സാബു. FFC ഗ്രൂപ്പിലെ ബ്ലൂ ഫിലിം കഥകളും എല്ലാം മറക്കുമോ പെട്ടെന്ന്. അതായത് ഇപ്പൊ നീലക്കുയിലിന്റെ ക്യാപ്ഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ FFC ഗ്രൂപ്പ് ശരിക്കും ഫാൻ ഫൈറ്റ് ക്ലബ് എന്നാണ് പറയുന്നത്. ഫാൻ ഫൈറ്റ് ക്ലബ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇന്നത്തെ ഭയങ്കര റിവ്യൂവർ ആയിട്ടുള്ള അശ്വന്ത് ടോക്കാണ്. അതിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അഡ്മിനെ പോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഒമർ ലുലു, സാജിദ് യാഹിയ, സാബുമോൻ. അതേപോലെ തന്നെ അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ പരസ്പരം ഫാൻസ്, അതായത് മമ്മൂക്കിക്ക് ഫാൻസ് ഉണ്ട്, ലാലേട്ടന് ഫാൻസ് ഉണ്ട്. ഞാൻ പറയുന്നില്ല, അവർക്ക് ഒരുപാട് പേരുകൾ ഇട്ടത് ശരിക്കും പറഞ്ഞ ഈ ഗ്രൂപ്പുകളാണ്. നമുക്കിപ്പോ ഞാൻ ഇവര് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ആ പേര് പറയുന്നില്ല. എന്തൊക്കെയാണ് സാധനം വന്നു കഴിഞ്ഞാൽ യുവമാരുടെ സ്വഭാവങ്ങൾ പഴയ മറക്കും. പിന്നെ മറ്റുള്ള ഇപ്പൊ പുതുതായിട്ട് കയറി വരുന്ന ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയ നിൽക്കുന്ന ഒട്ടുമിക്ക ഒരു സിനിമയെ പ്രതീക്ഷിച്ച് ഒരു അതായത് ഈ സിനിമയിൽ ചിലവരൊക്കെ ഈ പ്രൊഡ്യൂസറായി സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളും ചെയ്തിട്ടുള്ള ആളും ചെയ്തിട്ടുള്ള ആളും. അപ്പൊ ഇതിൽ നിൽക്കാനും അതിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ ഇവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇവർ വരുന്നത്. അതായത് ചില കാര്യങ്ങളിൽ പലവരും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നടിമാരായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും പുതുതായിട്ട് കയറി വന്ന ആൾക്കാരായാലും ഇവരുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറയുകയും അവരെ വൈറലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മീഡിയയിലുള്ള മലപ്പുറം അങ്ങനത്തെ ഡ്രസ് ഇട്ട് ധരിച്ചു വരുന്ന നടിമാരും ഇതുണ്ട്. ഇവര് ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ ഒക്കെ വരുന്നുണ്ട്, എന്റെ വീഡിയോ ഇങ്ങനെ എടുത്തു തരണം, ഒന്ന് വൈറലാക്കി തരണം അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തന്നെ പറയാറുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ജനങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ സാബുമോനെ പോലുള്ളവർ കാണുന്നില്ല. സാബുമോനെ അറിയാമോ ഇവര് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചില സമയത്ത് റീച്ച് വന്ന സമയത്ത് ഇവരൊക്കെ ഇതൊക്കെ കാണിച്ചിട്ട് ഫെയിം ആവാൻ വേണ്ടിയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ സാബുമോൻ ഇത് വെച്ചിട്ട് പല പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നീലക്കുയിലിൽ തന്നെ അവന്റെ ഇത് പോയിട്ടുണ്ട്. സത്യത്തിൽ റീച്ച് സാബുമോൻ ഇതേപോലത്തെ സാധനങ്ങൾ ഇവര് ഫാൻ ഫൈറ്റ് ക്ലബ് കുറച്ച സമയത്ത് അതില് മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ പറഞ്ഞ് തല്ലുടിപ്പിച്ചത് കാണാം. ഇവരൊക്കെ തന്നെ ഈ സാബുമോൻ പിന്നെ അശ്വന്ത് കോക്കി ഇവന്മാരൊക്കെ തന്നെ തുടങ്ങി അത് തടിപ്പണമാക്കി വിട്ടതും ഇവന്മാർ എന്തൊക്കെയാണ് ഇവന്മാർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും ഇവന്മാർ ഇപ്പൊ പറയൂല. ഞങ്ങളാണെന്ന് ഇത് ഒരു പരിധി എത്തി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ സ്റ്റാർട്ട് ആയില്ല. ബിഗ് ബോസ് വിന്നറാണല്ലോ. അതെ, പുള്ളി സ്ത്രീ വിരുദ്ധത ഈ പറയുന്ന പുറത്തിറങ്ങിയ നിന്നെ തല്ലും. ഒരു പെൺകുട്ടിക്ക് ബിഗ് ബോസിൽ പറയുന്നത് പുറത്തിറങ്ങിയ നിന്നെ തല്ലും. ശരിക്കും ഈ പുള്ളിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ വോട്ടും പിന്നെ ഓൾമോസ്റ്റ് പുള്ളിക്ക് ചിലപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സാബുമോനൊക്കെ ഈ പറഞ്ഞ പോലെ ഇവന്മാരൊക്കെ റീച്ചിന് വേണ്ടി എന്തും പറയുന്ന ആൾക്കാരാണ്. റീച്ചിന് വേണ്ടി അത് കഴിഞ്ഞായി കഴിയുമ്പോൾ ഇവന്മാർ സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റീച്ച് പറയുമ്പോൾ ഇവന്മാർ ഇതേപോലത്തെ ഉള്ള ഈ സത്യം പറഞ്ഞാൽ ഇവന്മാർ ഇപ്പൊ ഇവര് വന്ന വീഡിയോ എടുക്കുന്ന വെച്ചാൽ സെലിബ്രിറ്റികൾ പറഞ്ഞോടത്ത് ഓൺലൈൻ മീഡിയ ആയിട്ട് നടക്കുന്നവർ ചെല്ലാറുണ്ട്, എടുക്കാറുണ്ട്. ഏറ്റവും ആൾക്കാർ ചോദിക്കുന്നത് നിനക്കൊക്കെ വേറെ പണിയില്ല, എന്തിനാണ് ഇതിന്റെ പുറകെ ക്യാമറ പിടിച്ചുകൊണ്ട് പോകണത്? ഇതിന് പണിയാണെന്നുള്ള കാര്യങ്ങൾ ഈ ജനറേഷൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ.
അതായത് ക്യാമറ പിടിച്ചിട്ട് ചെല്ലാൻ നിങ്ങൾക്ക് ആരാണ് രേണുസുദ്ദീൻ എന്തോരം കമന്റ് പറയുന്നു. ഇവർക്കൊന്നും അറിയില്ല, ഇവർക്ക് എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ചുമ്മിയുടെ വീഡിയോ ചെലവില്ലാതെ ഇന്ന് രേണുസുദ്ദീനെ കംപ്ലീറ്റ് സിനിമ ഒട്ടുമിക്ക ആൾക്കാരും കഴിഞ്ഞ ദിവസം പൂജ ഉണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സാബുമോനൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാരക ആക്ടർ ഒന്നുമല്ലല്ലോ. ഭയങ്കര ആക്ടർ എന്നൊക്കെ പറയും. വെറുതെ യുവ പരിപാടികൾ തരികിട പോലത്തെ കുറച്ച് പരിപാടികൾ ചെയ്യുക, എന്നിട്ട് ഭയങ്കര ഇതാക്കുക, ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുക, അതിനുശേഷം പെർമിഷൻ ചോദിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ഇവരൊക്കെ തന്നെ. നമ്മളിത് പറയുമ്പോൾ എടുത്തൊരു കാര്യമുണ്ട്, നമ്മൾ നീലക്കുയിലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നല്ല. നീലക്കുയിൽ മുമ്പ് ഒരുപാട് വീഡിയോസ് ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നമ്മൾക്ക് നീലക്കുയിലെ വീഡിയോ എടുത്തു എന്ന് പറയുന്നത്, നീലക്കുയിൽ എടുത്തിട്ട് അതിന് പരാതിയുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കുയിലൊക്കെ ഈ പറഞ്ഞത് ഡിലീറ്റ് ചെയ്തേ. പിന്നെ നമ്മളിപ്പോ ഓൺലൈൻ കേസ് അങ്ങനെ തന്നെയാണ്. നീലക്കുയിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരാള് മനഃപൂർവ്വം കടന്നു കയറി ചെല്ലുന്ന എടുത്തു എന്നിട്ട് പറയുകയാണ് നിർത്തിക്കോ. ഇപ്പൊ അവർക്ക് പറയാം എന്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വീഡിയോക്കാരാണ് ഏതൊരാളെങ്കിലും നിർത്തൂലേ. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് വരുന്നത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, പലവരും മൊബൈലായിട്ട് നടക്കുന്നുണ്ട്, പല ആൾക്കാർ മൊബൈലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവർ വീഡിയോ അല്ലാത്തവർ, അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ഓൾറെഡി പറയാൻ പറ്റില്ല, അവരെന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് വീഡിയോ എടുക്കുന്നവരൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് എനിക്ക് ഇതുള്ള അറിവുകൾ കാര്യങ്ങൾ. അല്ല ഇപ്പൊ എടുത്താൽ ചിലപ്പോ പ്രൈവറ്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർ വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കും. അതെ അതെ അതെ. ആ ഒരു സമയത്ത് ജസ്റ്റ് പറയാം ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ എടുക്കല്ലെന്ന് പറഞ്ഞ ഏതൊരാളാണെങ്കിലും അത് നിർത്തില്ല. ഇത് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഋതുമന്ത്രയ്ക്ക് അറിയാം, സാബുമോനെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർക്കത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ റീച്ച് പറയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ഇതേപോലത്തെ മറ്റുള്ളവർക്ക് പറയാം, മറ്റുള്ളവർ തിരിച്ചു വന്നൊരു സാധനം ചെയ്യുക, ഇതൊക്കെ ഇവരുടെ പരിപാടികളാണ്. എന്നിട്ട് ഈ പറഞ്ഞത് ഇവരുടെ മുഖം കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല, അവരങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ. കാരണം ഇവർ പണ്ട് ഇതേപോലത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടാണ് അവന്മാരൊക്കെ ഓൾറെഡി പറഞ്ഞ പോലെ സ്ഥാനത്തും എത്തത്. മറ്റുള്ളവർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരുന്ന പരിപാടിയാണ്. അതെ, അതായത് ഇന്നത്തെ പ്രാങ്ക്. അതെ, പ്രാങ്കിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇറക്കപ്പെടും. അതെ അതെ അതെ. പ്രാങ്ക് ഇന്നത്തെ ന്യൂ ജനറേഷനിൽ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യുന്ന ആളുകൾ പ്രാങ്കാണ് ശരിക്കും. അതിന്റെ തുടക്കക്കാരനാണ് ഈ പുള്ളി. ഒരു എന്താ പറയാ, ചുമ്മാ വഴി കൂടെ പോകുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കി കാശുണ്ടാക്കിയ ആളാണ്. എന്നിട്ടിപ്പോ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുകയും അതിപ്പോ മറ്റുള്ള ചെയ്യുന്ന പുതിയ ആൾക്കാർ ചെയ്യുമ്പോൾ അത് മോശമാണെന്ന് പറയുകയും എത്രയോ പേര് ഇത് കറഞ്ഞേക്കും, എത്രയോ വീഡിയോകളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പുള്ളി ചെയ്ത് വെച്ചിട്ട് ഇവരുടെ ടീം തന്നെ ഒരു ലേഡി വെച്ചിട്ട് ആ ലേഡി പുള്ളിയുടെ മുഖത്തിട്ട് അടിക്കുകയും ഒരു ഹസ്ബൻഡ് എന്തോ വീട്ടിൽ വിളിച്ചാന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ട് ഒരു പുള്ളിയെ തല കറങ്ങിയിട്ട് വന്നിട്ട് കരയാണ് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ സംഭവം ചെയ്ത ആ വീഡിയോ അല്ല കരീർ സാമിന്റെ ടീം ഉണ്ടായിരുന്നു. അവന്മാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, ആ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിൽ ഈ സംഭവം നോക്കുന്ന സമയത്ത് ഇതില് ഞാൻ കണ്ടെന്ന് വെച്ചാൽ അവരുടെ ടീമോ എന്തായാലും അവകാശക്കാരൊക്കെ തന്നെയാണ് ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഇത് ഓൺലൈനിൽ ചെയ്യുമ്പോ എന്തോ ഭയങ്കര തെറ്റും, ഈ പറയുന്ന സാറ്റലൈറ്റ് മീഡിയ അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മീഡിയാസ് ചെയ്യുമ്പോ ഇത് ഭയങ്കര സിമ്പിൾ കാര്യമായിട്ട് വിടുന്ന എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മീഡിയാസിനെ ബാൻഡ് കയറിക്കൊണ്ടിരിക്കുകയല്ല, അവർ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ വന്നു കഴിയുമ്പോൾ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, അത് ആളുകൾ കാണാനുള്ളത് കൊണ്ടാണ് ഇവർ വരുന്നത്. സെലിബ്രിറ്റികളാണ്, ഇവരൊക്കെ വല്ലപ്പോഴാണ് കാണുന്നത്. അപ്പോ ഇവര് കല്യാണത്തിന് വരുന്നു, ആ കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് വന്നു എന്നൊരു ഒരു കാണുമോ. ഒരിക്കലും കാർത്തിക് സൂര്യയുടെ കല്യാണത്തിന് വീടിന്റെ അകത്ത് കയറി വീഡിയോ എടുക്കുമെന്ന് ചെയ്തില്ല. അവരെന്താ അതിന് പുറത്തു നിന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തതാണ്. ശല്യപ്പെടുത്തുന്നു. അല്ല നമ്മളൊരു സെലിബ്രിറ്റി വരുന്നു അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇന്ന സ്ഥലത്ത് വരുന്നു എന്ന് PROs അല്ലെങ്കിൽ ആ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തും ചെന്ന് കയറിയിട്ടില്ല. മീഡിയാസ് ഒരിക്കലും പറഞ്ഞത് അറിയാമെന്നൊന്നും ചെന്നെടുക്കാറില്ല. അതെ, ഇതിപ്പോ നിങ്ങൾക്ക് സ്വാഭാവികം ചിന്തിക്കാനുള്ളൂ എങ്ങനെയാണ് മീഡിയാസ് അവിടെ എത്തുന്നത് എന്നുള്ളത്. എങ്ങനെയായിരുന്നു സ്റ്റാറ്റസ് ഇടും, സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് കല്യാണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി PR വിളിക്കും, അങ്ങനെ ചെല്ലുന്നത്. സെലിബ്രിറ്റികളെ ആളുകൾ കാണാതിരിക്കാനും യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും. നമുക്ക് ഒരാളെ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ട്, നല്ല സാധനങ്ങൾ എത്രയോ ചാനലുകൾ ചെയ്യുന്നു. സാധാരണക്കാര ആൾക്കാരുണ്ട്, അവർ തുറന്നു തീർക്കാം. അതെ, സാധാരണക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അവർ വരട്ടെ, അവർക്ക് ചെയ്തോട്ടെ, സാമൂഹ്യ ഉയരങ്ങളിലെത്തി. പക്ഷെ ഇതേപോലത്തെ സാധനങ്ങൾ കാണാൻ ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതേപോലത്തെ കണ്ടന്റുകൾ മറ്റുള്ളവർ ചെയ്യുന്നത്. പണ്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾക്കും പണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ടെക്നോളജി ഇത്ര അടിപൊളിയായിട്ട് ഈ പറയുന്ന മൊബൈൽ നോക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. ഇത് പറയുന്നതിൽ ഏറ്റവും വിഡിത്തമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടെക്നോളജി പരമായിട്ടും അതിന്റെ ലെൻസ് പരമായിട്ടും എല്ലാം കൊണ്ടും അടിപൊളി ക്യാമറ. 1 ലക്ഷം, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ക്യാമറയിൽ ഫോണൊക്കെയാണ് എല്ലാവരുടെ കയ്യിലിരിക്കണം. മാക്സിമം 1 ലക്ഷം രൂപയുടെ ക്യാമറ പറയാണ്. ക്യാമറ പറഞ്ഞല്ലോ, 1 ലക്ഷം രൂപയുടെ
മൊബൈൽ കൂടുതലുള്ള മൊബൈലാണ് മിക്കവാറും കഴിഞ്ഞത്. ആ മൊബൈൽ ഉപയോഗിച്ച് അപ്പത്തിന് എടുക്കുകയും 4K ഈ പറഞ്ഞ പോലെ എടുക്കുകയും എടുത്തിട്ട് അതുപോലെ തന്നെ ആ ക്വാളിറ്റി തന്നെയാണ് അപ്പൊ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് സാറ്റലൈറ്റ് ചാനലിലും എല്ലാ ചാനലുകൾക്കും ഈ ഓൺലൈൻ മാധ്യമങ്ങളും ഭയങ്കര പേടി. അവർ തന്നെ ഈ സാറ്റലൈറ്റ് ചാനൽ പറയുന്നുണ്ട് മൊബൈലിൽ നോക്കി ഇറങ്ങിയിട്ടുണ്ട് പറയണം എന്നും പറഞ്ഞു. മൊബൈലിൽ എടുക്കുന്നത് ഐഫോണിലെ സിനിമകൾ എടുക്കുന്നത് അത് ഇപ്പൊ ഈ എമ്പുരാൻ നമ്മുടെ കേരളത്തിൽ ഭയങ്കര അതിനകത്ത് പല സീനുകളും ഈ പറയുന്ന ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. അതൊന്നും എനിക്ക് പറയുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ട് പറയും. പക്ഷെ അത് ഉപയോഗിച്ച് ഒരു പ്രവർത്തനം നടത്താൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാ ചാനലും എല്ലാ സാറ്റലൈറ്റ് ചാനലും ഇൻസ്റ്റ ഉണ്ട്, എല്ലാ സീരിയലിനും ഇൻസ്റ്റ ഉണ്ട്, എല്ലാവരും ടി വി എന്നുള്ള പ്രതിഭാസത്തെ അത് കുറഞ്ഞിട്ട് ഇപ്പൊ മൊബൈലിലേക്ക് ഒതുങ്ങി പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നിർബന്ധിക്കുന്നില്ല. ടി വി ഉണ്ട്, ടി വി ന്യൂസ് ചാനൽ അച്ഛൻ നോക്കുന്നു, അമ്മയ്ക്ക് സീരിയൽ കാണണം, അമ്മയ്ക്ക് മൊബൈലിൽ സീരിയൽ കാണാം. അതെ, അത് മക്കൾക്ക് വേണമെങ്കിൽ സ്പോർട്സ് ആണ് കാണുന്നത്, സിനിമയാണ് കാണുന്നത്, മൊബൈലിൽ കാണാം, ആപ്പിൽ കാണാം. അങ്ങനത്തെ സിസ്റ്റമായി മാറി. മൊബൈലിൽ ഈ പറഞ്ഞിട്ട് കുറ്റം പറയുക, മൊബൈലിൽ ഒരാളുടെ കയ്യിൽ ഒരു യൂട്യൂബറുടെ ഒരു ചാനൽ ഒരു ഓൺലൈൻ മീഡിയക്കാരിൽ ഇരിക്കുന്ന മൊബൈലിൽ എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഇവർക്കിതറിയാം, ഇതറിഞ്ഞു എല്ലാം ചെയ്താലും അത് സാബുവിന് ഐഫോൺ പിടിച്ചെന്നാ വീഡിയോ ഒരു സാധനം കഴിഞ്ഞ വലിയ ആളായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിന്നെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു പുച്ഛമുണ്ട്. ഇതന്നെ പിന്നെ പഴയ കാലങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോഴും നീ ഇറക്കിയാണോ ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പെട്ടവർക്കാണ് സാബുമോൻ, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ റീച്ച് ഉള്ളത് കൊണ്ട് സെലിബ്രിറ്റികൾ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു ചിന്തിക്കാൻ പണ്ട് ഈ സെലിബ്രിറ്റികളെടുക്കാതിരിക്കുന്നുണ്ട്. യഥാർത്ഥ ഓൺലൈൻ മീഡിയ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ എടുക്കില്ല. പക്ഷെ അപ്പോഴും പബ്ലിക് വീഡിയോ എടുക്കുന്നതിന് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെതായ കാര്യങ്ങൾ. ഈ പറഞ്ഞ സെലിബ്രിറ്റി എന്നുള്ള സ്വകാര്യതയെ കുറിച്ച് പറയാൻ ചാൻസ് കൂടുതലാണ്. പണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ സെലിബ്രിറ്റിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഉള്ള കാര്യങ്ങളാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ ആദായം ആരായാലും ചെല്ലുകയും വർത്താനം പറയുകയും അല്ല, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റി. ഇപ്പൊ ആസിഫലി എങ്ങനെ പറഞ്ഞു, എന്നെ പോയി സെൽഫി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനു വേണ്ടിയിട്ടാണ് അവർ സെലിബ്രിറ്റി ആ ഒരു സ്റ്റാറ്റസ് ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് അത് ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അത് പറയാലോ, അത് പറയാം, ബുദ്ധിമുട്ടാണ് പറയാറുണ്ട്. പക്ഷെ അതിന് ക്രിറ്റിസൈസ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരിക്കലും പേഴ്സണൽ സ്ഥലത്തേക്ക് ചെല്ലുന്നു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയസും നിങ്ങളുടെ ഫേസ്ബുക്ക് വരില്ല. ഒരു ഓൺലൈൻ മാധ്യമങ്ങളും ഒരു സെലിബ്രിറ്റികൾക്കും വരില്ലെന്നാണ് ഇത്രനാളും ഞാൻ കണ്ടതിൽ എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേരറിയാത്ത ആളുകളായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.